ഫസ്മീന സാക്കിർ ഒന്ന് കഴിയുമ്പം വേറൊന്നിന്റെ പിറകെയായിട്ട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഫസ്മീന സാക്കിറിന് ഉറക്കം വരത്തില്ല. റീച്ച് കുറയുമ്പം എന്തേലൊക്കെ ആയിട്ട് ഇറങ്ങിക്കോളൂ അല്ലേ. എന്നിട്ട് ഏതേലൊക്കെ വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ധൈര്യത്തോടെ ആ വീഡിയോ വെച്ച് മുന്നോട്ട് പോവോ? ഇല്ല, അത് ഓൺ ദ സ്പോട്ടിൽ മുക്കും. ഉളുപ്പില്ലായ്മയുടെ പര്യായാന്ന് തോന്നുന്നു ഈ സ്ത്രീ. വണ്ടി ഓട്ടോ ഓടിക്കുന്നത് വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. കേട്ടോ, വെള്ളം അടിച്ചിട്ട് ബാക്കിയിരിക്കുന്ന ആൾക്കാർ എന്തിനു പറ്റിയാലും ചെയ്യും. ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. എന്റെ അറിയില്ല തൊടുവിൽ ഒറ്റ സുഡിയെ പണിതിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ ആരെങ്കിലും വകയിൽ പണിത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വെള്ളം അടിക്കുന്നതിന് പ്രശ്നമല്ല, വെള്ളം അടിച്ച് വീട്ടിൽ പോയിരിക്കുക. വെള്ളം അടിച്ച് എന്തിനാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇയാൾക്ക് ലൈസൻസ് തന്നെ കട്ട് ചെയ്യണം എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും പ്രൗഡായിട്ടാണ് അയാൾ പറയുന്നത് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് ആന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കാൻ നിൽക്കുന്നത്. സ്റ്റിയറിംഗ് ഇപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് വീഴൂന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. വണ്ടി പോകുന്ന തന്നെ വളഞ്ഞു അപ്പൊ തന്നെ വണ്ടി നിർത്തുന്നു പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അയാൾ പറയും ഇതിൽ കയറുന്നു. അങ്ങനെ വണ്ടി കയറിയില്ലേ അപ്പൊ തന്നെ വീഡിയോ എടുത്തു അവസാനിപ്പിച്ച് അവരുടെ നമ്പർ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ പറ്റുവാണെങ്കിൽ MVD അല്ലെങ്കിൽ പോലീസ് കാണുവാണെങ്കിൽ ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അയാൾ പറഞ്ഞ ഒരു മുടന്ന് ഞാൻ ഇവിടെ ഓടിക്കുന്നില്ല KL 38. പിന്നെ നിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തു കളയാൻ വല്ല മാർഗമുണ്ടോ? അതിന് ആർക്ക് വേണ്ടിയിട്ടാ കംപ്ലൈന്റ് കൊടുക്കണ്ടേ? പിന്നെ പോലെ ഒരെണ്ണം അനാവശ്യമാണ് ഇതിന്റെ അകത്ത്. അതുകൊണ്ടാ കുറെ നാളെ സ്വന്തം കെട്ടിയവനെ അവരാധിച്ച് നടന്ന് അതൊക്കെ കയ്യോടെ പിടിച്ച് നീ അതിനേക്കാളും വലിയ കൂതറയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായപ്പോ കുറെ നാള് കണ്ടില്ല. ഇപ്പൊ അത് അടുത്തതായിട്ട് ഇറങ്ങിയിരിക്കുന്നു. വലിയ ഡയലോഗ് പറയുന്നുണ്ടായിരുന്നല്ലോ, എന്തിനാ ആ വീഡിയോ മുക്കിയേ? സ്റ്റാൻഡിൽ ആ പിള്ളേരോടൊക്കെ എന്തോ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരാള്. അല്ല, ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇത് ഓടിക്കാൻ നടക്കുമ്പോൾ ആൾക്കാർ എന്നെ ഓട്ടം വിളിക്കുന്നില്ല, എനിക്കുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഞാൻ എന്നാ ചെയ്യണം? പിന്നെ എന്റെ വണ്ടിയിൽ രണ്ടുപേര് വന്ന് കയറി. അവരാ വണ്ടി കയറിയപ്പോ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഒരു ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഞാൻ അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഒരു പണി ചെയ്ത് അറിയാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാ മതി. അപ്പൊ ഉടനെ തന്നെ അവര് ചോദിക്കുവാണ് ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. വൈകുന്നേരം 7 മണി ഒരു പറലങ്ങ് കൂടുതൽ വണ്ടി പോയില്ല. അതിപ്പുറം വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാ ജീവിക്കുന്നത്. അപ്പൊ ആരെങ്കിലും കണ്ടാ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവിടാറുണ്ട്. പ്ലാന്റേഷൻ കിടന്നാണ് ഞാൻ ഓടുന്നത്. ഇങ്ങനെ ഒരു വയറിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. എന്നാ ചെയ്യണേ? ഈ ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരറിഞ്ഞു. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പൊ ജീവിക്കുന്നത്. എന്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയില് റീച്ചിന് വേണ്ടിയിട്ട് റീൽസിന് വേണ്ടിയിട്ട് ഇത്തരം പോക്കൃത്തരം കാണിക്കുന്ന നിങ്ങളോടാണ് ഈ ഒരു ചോദ്യം. ഈ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ 3 ചക്രമുള്ള വണ്ടിയായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. സ്റ്റുഡിയോ ഏതാന്ന് തിരിച്ചറിയാനുള്ള മനുഷ്യനാണത്. അവരോട് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞെന്താ അറിയാം, സ്റ്റുഡിയോ എന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ട സ്ഥലമല്ലേ മക്കളെ എന്നാ ചോദിച്ചത്. അവര് പറഞ്ഞു സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. സ്റ്റുഡിയോ എന്നാ നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ല. അവത്തിന് അറിയാൻ പാടില്ല. എന്തിനാ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം? കുറച്ച് മനുഷ്യത്വം കാണിക്കണം പറയാനുള്ളൂ. ഇവിടുത്തെ അയൽവാസി എന്ന നിലയിൽ ഈ ചേട്ടനോട് നമുക്ക് ചോദിച്ചു നോക്കാം, ആ മനുഷ്യൻ മദ്യപിക്കും, ആ മനുഷ്യൻ എന്താണെന്നുള്ളത്. വർഷങ്ങളായിട്ട് ഞാൻ പുള്ളി മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, വെള്ളടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ വീഡിയോ കണ്ട് പുള്ളി മാനസികമായിട്ട് അങ്ങ് തളർന്നു പോയി. പിന്നെ പലരും ഫോട്ടോ വിളിക്കാത്ത രീതിയിലൊക്കെ അങ്ങോട്ട് ആയി. KL 38L 8912 ഈ വണ്ടി നമ്പർ സഹിതം വെച്ചാണ് ഒരു വീഡിയോ എടുത്തിട്ടേക്കുന്നത്. എന്തിനാ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്? ഈ മനുഷ്യൻ കുടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ മദ്യപാനിയാണെന്ന് തെളിയിച്ചാൽ ഈ വണ്ടി അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കാന്നാ ചേട്ടൻ പറഞ്ഞത്. കൊടുക്കുക. അതാണ് ഈ മനുഷ്യൻ പറഞ്ഞ ഉറപ്പ്. ഒരു തുള്ളി പോലും മദ്യപിക്കാത്ത മനുഷ്യനെ മദ്യപാനിയാക്കി ചിത്രീകരിച്ചതിന് ഡിഫേമേഷനെതിരെ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യണം. നിയമപരമായിട്ട് നിങ്ങൾ ഇതിന് മുന്നോട്ട് പോകണം. അതെനിക്ക് പറയാനുള്ളൂ. നിയമപരമായിട്ട് നിയമത്തിന്റെ ഏതറ്റം വരെ പോയാലും ഈ മനുഷ്യന് നീതി കിട്ടുന്ന രീതിയിലേക്കായിരിക്കും ഇനി നീങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു പാഠമായിട്ടിരിക്കും. ഉളുപ്പുണ്ടോ പെണ്ണുമ്പിള്ളേ? ഉണ്ടോ? റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തെണ്ടിത്തരവും കാണിക്കാം. ഒരു മനുഷ്യന്റെ ജീവിതമാർഗമാണ് നീ റീച്ചിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി നശിപ്പിച്ചേക്കുന്നത്. ആ മനുഷ്യൻ സ്റ്റുഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കുറെ സ്റ്റുഡിയോസ് ഉണ്ടെന്ന് പറഞ്ഞത്. ബോധം വേണം. വീട്ടിലെങ്ങാണ്ട് കാറോ ബസ്സോ എന്തോ ഉണ്ടല്ലോ, അതെടുത്തങ്ങ് പൊക്കൂടെ? ഡ്രൈവിംഗ് അറിയോ? അറിയെങ്കിൽ അതെടുത്തിട്ട് പോവാലോ. എന്തിനാ ഈ പാവങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ നിൽക്കുന്നേ? ആ വീഡിയോ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോ വിചാരിച്ചു കാണും കൊറേ റീച്ച് കിട്ടും, കൊറേ തേങ്ങ കിട്ടും, കൊറേ മാങ്ങ കിട്ടും എന്നൊക്കെ അല്ലേ. തേങ്ങ മാങ്ങയൊക്കെ ആവശ്യത്തിൽ കൂടെ കിട്ടിയായിരുന്നോ ഫസ്മീന മോളെ? അതുകൊണ്ടായിരിക്കുമല്ലോ വീഡിയോ മുക്കിയത്.
എന്തായാലും ഇവൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രല്ല ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 1,00,000 രൂപയും ഓട്ടോയും കൊടുക്കുന്നുള്ളത്. ഈ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന വ്യക്തി കള്ളു കുടിക്കാറേ ഇല്ല. ആള് വല്ല ജവാനോ വല്ല വല്ല മറ്റേതോ വലിക്കത്തേ ഉള്ളൂ, കുടിക്കാറേ ഇല്ല. വല്ല പബ്ബിലോ ബാറിലൊക്കെ പോയിട്ട് കള്ളൊന്നും കുടിക്കാറില്ല. അതൊന്നും പിന്നെ കുഴപ്പമില്ല. പരിശുദ്ധയാണല്ലോ, പരിശുദ്ധാത്മാവ്. കള്ളുടിക്കാത്ത, കഞ്ചാവടിക്കാത്ത പരിശുദ്ധാത്മാവ്. ആർക്കെങ്കിലും വേണമെങ്കിൽ കണ്ടൊന്ന് തൊഴുതിട്ട് പൊക്കോ. നിങ്ങൾ അത്ര അറിവോ വിവരോ വിദ്യാഭ്യാസമോ പാവങ്ങൾക്ക് ഉണ്ടാവണം എന്നില്ല മാഡം. മാഡം അതൊന്ന് മനസ്സിലാക്കണം മാഡം. ഓക്കെ മാഡം. പാവങ്ങളുടെ അടുത്ത് പോയിട്ട് സ്റ്റുഡിയോ ഏതോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ഓക്കെ, ശരി എന്നാ മാഡം.